അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ഒരു തേങ്ങലോടായിട്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ് കാങ്കയത്ത് കേട്ടോ. നമ്മൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. കോയമ്പത്തൂർ പാലക്കാട് ഹൈവേയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു ലോഡിൻ്റെ വിശേഷങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക. നമ്മളപ്പോൾ പല്ലടം കമ്പനിയിലാണുള്ളത്. സർവീസ് സെൻ്ററിൽ നമ്മൾ ആഡ് ബ്ലൂ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഒരു ബക്കറ്റ് ആഡ് ബ്ലൂ വാങ്ങിയാൽ ഇടയ്ക്ക് കമ്പനി ആഡ് ബ്ലൂ വാങ്ങിയില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ അതാണ് ആഡ് ബ്ലൂ. നമ്മളെ വണ്ടിയാണ് കുറച്ച് ദൂരത്താണ് നിർത്തിയത്. ഇനിയിപ്പോൾ ഇത് താങ്ങി അങ്ങോട്ട് എത്തണം. നമ്മളപ്പോൾ കൊപ്രകളത്തിൽ എത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം വേറൊരു കമ്പനിയാണ്, ഉമാ ട്രേഡിങ് എന്നാണ് കമ്പനീൻ്റെ പേര്. ചിരട്ട കൊടുന്ന് കൊട്ടണ കൊപ്ര നോക്കിയിട്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ നല്ലൊരു മരത്തണൽ കിട്ടിയപ്പോൾ അതിൻ്റെ ചോട്ടിങ്ങനെ നിർത്തിയതാണ്. ഇല്ലേ, അതിൻ്റെ ഉള്ളിലുണ്ടോ നോക്ക്, പാത്രത്തിലുണ്ടോ? അപ്പോൾ കുറേ കലയെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ചോറ് തീമ വെച്ചിരിക്കണം, നല്ല കാറ്റാണ്. അവിടെ പിന്നെ ഡാഷ്ബോർഡിൽ ഉണ്ടാക്കാം ചെറിയ പൈതങ്ങൾ. ഇവിടുത്തെ പണിക്കാരെ കുട്ടികളാണ്. പെട്ടി തുറന്നിട്ട് കുറേ കാലം. പെട്ടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം നിറഞ്ഞിട്ട് നിറച്ച് വെള്ളം. അജാതി മഴയല്ലേ പെയ്യണേ. ഇവിടുത്തെ കുട്ടികളാണ്. അപ്പോൾ വൈകുന്നേരം 5 മണിക്ക് വണ്ടി തൂക്കണം. ഇറക്കമില്ല എന്നുള്ളത് അറിയില്ല കേട്ടോ. ഇറക്കിയാൽ കാണാം, ഇല്ലെങ്കിൽ അവിടെ കിടക്കേണ്ടി വരും. അപ്പോൾ ചോറും പരിപ്പും കറിയാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഒരു വിസിൽ തിരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഒരു വിസിൽ, ഈ കുക്കർമത്തെ ഒരു വിസിലുണ്ട്. ഇനി ഇതിൻ്റെ വിസിൽ കാണാനില്ല. കിട്ടിയടാ അപ്പോൾ അതൊന്ന് തിരഞ്ഞു നോക്കട്ടെ. അപ്പം നല്ല ചോറ് വന്നിട്ടുണ്ട്. കാറ്റിന് വന്നിട്ട് ഒരു പെട്ടി കയറ്റി വെച്ചതാണ്. അപ്പോൾ പരിപ്പും കറിക്കുള്ള ഉള്ളിയും തക്കാളി പച്ചമുളക്, ഇത് പരിപ്പ്, ഇതൊക്കെ പണിക്കാരുടെ ഭക്ഷണമാണ്. നിരത്തി വെച്ചിക്കണ്. ഒക്കെ കാലി വെക്കണോ അതോ നല്ല ഇതിലൊക്കെ ഉണ്ട്, വേണ്ടില്ലേ? ഒക്കെ ഇവിടുത്തെ പണിക്കാരുടെ ഭക്ഷണം കേട്ടോ. ഫുൾ കളർഫുള്ളാണ്. മഴവില്ല മാതിരിയുണ്ട്. എന്താ കളർ വരുന്നത്. അപ്പോൾ വെട്ടുക. അപ്പോൾ നമ്മളെ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറ് അവിടെ റെഡി വെച്ചിട്ടുണ്ട്. കറി റെഡി ആയിക്കൊണ്ടിരിക്കണം. ഏകദേശം അയക്കണം. അപ്പോൾ നമ്മൾ അക്കന്മാർ വന്നിങ്ങനെ സാധനമൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടാവില്ല. ഭക്ഷണം കഴിക്കൽ, അവർ ഭക്ഷണം കഴിക്കൽ തുടങ്ങി. അവരെല്ലാം കൂടി വണ്ടിൻ്റെ അപ്പുറത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഒരു ഭക്ഷണം കഴിക്കട്ടെ. ഇനിയിപ്പോൾ അവർ ശല്യം ചെയ്യാൻ പോകണ്ട. നമ്മളിത് നോക്കാം. നമ്മളക്കാരൊക്കെ ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കൽ തുടങ്ങി. നമ്മളിത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭക്ഷണം റെഡിയായി. ചോറ് പരിപ്പ് കറി. കുഴപ്പമില്ലല്ലോ, അഡ്ജസ്റ്റ് ചെയ്തൂടെ? അല്ല ചോദിക്കണേ. ലേശം ഉപ്പ് കുറവുണ്ടല്ലേ? ഞാൻ എന്തൊക്കെയിടാം. അപ്പോൾ നമ്മൾ ബ്രിഡ്ജിലാണ്, SM ബ്രിഡ്ജിലാണ്. നമ്മൾ സാധാരണ പറഞ്ഞാൽ 2 പ്രാവശ്യം, കഴിഞ്ഞ 2 പ്രാവശ്യം പറഞ്ഞാൽ തൂക്കിയത് 35,350 നമ്മൾ തൂക്കം വന്നിട്ടുള്ളൂ. പിന്നെ കളത്തേക്ക് തന്നെ തിരിച്ച് പോകണം.
അപ്പോൾ തൂക്കിയിട്ട് കമ്പനിക്ക് പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വണ്ടി കൊണ്ട് നിർത്തിയ സ്ഥലമാണത്. ഈ ഗേറ്റിൻ്റെ ഉള്ളിലാകുമ്പോൾ ഇട്ടുണ്ട്. എസ് ബ്രിഡ്ജ്. ഈ കമ്പനീൻ്റെ അടുത്ത് തന്നെ ഒരു തൂക്കമുണ്ട്. പക്ഷെ അത് കംപ്ലൈൻറ്റ് എന്താണ്, അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. കമ്പനീൻ്റെ അടുത്ത് കടകളൊന്നുമില്ല, ഒറ്റ കടകളില്ലാത്തൊരു സ്ഥലമാണ് അവിടെ. ഇവിടുന്ന് 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ വരണം ഇങ്ങോട്ട്. ഇവിടുന്ന് 2.5 കിലോമീറ്റർ പോയിട്ടാണ് കമ്പനി ഉള്ളത്. വണ്ടി എങ്ക വെക്കണ വണ്ടി எங்கதா சொன்ன சைடா போய் அங்க இதுக்கு மேலே ஏறிடுமா வந்து വലിയൊരു തിണ്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറം ചാടുക ഏടും അത് വണ്ടി ഏറ്റി പാക്കണം. എവ്വളോ പെരിയ വെച്ചിരിക്കണം. അപ്പോൾ ലോഡൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നേരം 7 മണിയായി. കുട്ടികളൊക്കെ കഴിയട്ടോ, ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. ഫോണിലൊന്നും ഇരുട്ട് കാണാനില്ല, കുട്ടികളൊന്നും കാണാനില്ല. ഇറക്കേണ്ടതാണ് വലിയ പ്രശ്നം. ഈ ഡോറും ഇങ്ങോട്ട് തുറന്ന് വിടില്ല. ഇപ്പോൾ ഇതിനുള്ളിൽ നിന്ന് കയറൊക്കെ കിട്ടണം. ശിവാൻമല എന്ന് പറഞ്ഞ സ്ഥലമാണത്. അത് ശിവാൻമല എന്ന് പറഞ്ഞ മലയാണത്, അമ്പലമാണത്. കുറേ ദൂരെയാണ്. കിട്ടണ കയറൊക്കെ ഒരു ഭാഗത്തേക്ക് കൂട്ടി വെക്ക്. നോക്കി വലിക്കണം കേട്ടോ, ചാക്ക് തലയിലേക്ക് വരാൻ പാടില്ല. എപ്പോഴാണ് കഴിയാന്നാവന്? 10 മണി എന്തായാലും ആവും. ഈ ചങ്ങായിമാർ നമ്മളെ അവിടെ ലോക്ക് ഇട്ടു കേട്ടോ, ഇറക്കിയില്ല.
ഇറക്കിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡോറ് തുറന്നിട്ട് അതേ കണ്ടീഷന് അങ്ങനെ നിർത്തി. ഇനി ബാക്കി രാവിലെ ഇറക്കാമെന്ന് പറഞ്ഞ് ആ ഒരു കണ്ടീഷനിൽ നിർത്തി. ലോക്കായി. രാവിലെ ബാക്കി ഇറക്കുള്ളൂ. നമ്മൾ ഭക്ഷണം ഇന്ന് ഉണ്ടാക്കിയോണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇവിടുന്ന് 2 കിലോമീറ്റർ പോകണം കടയ്ക്ക്. ഈ വണ്ടിയിലത്തെ ആൾ ഇപ്പോൾ നടന്ന് പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 2 കിലോമീറ്റർ അങ്ങോട്ടും 2 കിലോമീറ്റർ ഇങ്ങോട്ടും 2 കിലോമീറ്റർ പോയി ഭക്ഷണം കഴിച്ചാണ്ട് തിരിച്ചിങ്ങോട്ട് എത്തുമ്പോൾ ഭക്ഷണം കഴിച്ചതൊക്കെ ദഹിക്കും. നമ്മളിപ്പോൾ ഒന്ന് ഭക്ഷണം ഉണ്ടാക്കിയോണ്ട് അത് കഴിച്ചിലായതാണ്. ബാക്കി ഇനി നാളെ നോക്കാം. അപ്പോൾ നമ്മൾ ലോഡ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. നേരം 9:15 6 മണിക്ക് തുടങ്ങിയിട്ട് ലോഡ് ഇറക്കൽ 9 മണിക്ക് തീർന്നു. പുറത്തിറങ്ങാൻ നിൽക്കണതിന് തൂക്കി വരണം വണ്ടി. ഇവിടെ നമ്മളെ ചിരട്ട ലോഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിരട്ടയിൽ കോരി എടുത്ത് ഇടിച്ചാണ്. ചിരട്ട പൊടിച്ചുകാണ്ട് ചിരട്ട ശരിക്കും സീറ്റിംഗ് ആവാൻ വേണ്ടിയിട്ട് ഇടിച്ച് പൊടിച്ച തമ്പടിഞ്ഞ് തൂക്കാൻ പോട്ടെ. SM ബ്രിഡ്ജിൽ പോകണം. അപ്പം നമ്മൾ കാലി വണ്ടി തൂക്കി. നമുക്കിവിടെ 23,830 തൂക്കമുള്ളത്, ലോഡ് തൂക്കമുള്ളത്. ഇനി പാർട്ടിന് പകരം 200 കിലോ കുറക്കലുണ്ടാവും. മഴ, വെള്ളം, നനവ് എന്ന് പറഞ്ഞത്. അതിൽ അത് നമ്മളെ അനിയൻ്റെ വണ്ടിയാണ്. അനിയൻ ലോഡിട്ട് വന്നതാണ്. അതിന് വൈകുന്നേരം ഇറക്കലുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. വാടക കിട്ടിയില്ല. വാടക നമുക്ക് അക്കൗണ്ടിലേക്കാണ് അവരിട്ട് തരിക, കയ്യിൽ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അടുത്തൊരു ലോഡ് നോക്കണേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയതിൻ്റെ ആ ഒരു തണലത്തെ കൊടുന്ന് നിർത്തിയേക്കാണ്. നമ്മൾ ലോഡ് ഇറക്കിക്കാണ്ട് കാലിയായിക്കാണ്ട് നിർത്തിക്കണ. അനിയൻ്റെ വണ്ടി ലോഡ് ഇറക്കിയില്ല. അപ്പോൾ അത് വൈകുന്നേരത്തേക്ക് ഇറക്കാം. അതും കൂടെ കൊടുന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിട്ടോ. മറ്റേത് പുറത്ത് ഭക്ഷണമൊക്കെ ഭയങ്കര ചിലവാണ്. അത് ലൈലൻ്റായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് ഭക്ഷണം ഉണ്ടാക്കാം. നമുക്ക് പുറത്ത് വെച്ചാണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടത്. ഭക്ഷണ പരിപാടി കഴിഞ്ഞു 2 വണ്ടിയിൽ. നമുക്ക് 23,820 നമ്മൾ തൂക്കമുണ്ടായിരുന്നത്. ഇനി അവരുടെ വക എന്തെങ്കിലും ഒരു കുറക്കലുണ്ടാവും മഴയൊക്കെ ആയതുകൊണ്ട്. നമുക്ക് 1100 ഒരു ടണ്ണിന് വരുന്നത്. ഇവിടെ ഇറക്കുകൂലി വരുന്നുണ്ട് 50 റുപ്യ ഒരു ടണ്ണിന്. 50 റുപ്യ ടണ്ണിന് വരും. പിന്നെ നമുക്ക് ലൈനിൽ RTO, തമിഴ്നാട് RTO ഉണ്ട്. RTOക്ക് 200 കൊടുക്കണം. പിന്നെ ഒരു 25-27 റുപ്യേൻ്റെ ഒക്കെ ഡീസൽ വരും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി. ഒരു 9,000 റുപ്യ നമുക്ക് ബാലൻസ് കിട്ടും ലോഡിന് 2 സൈഡും കൂടി. ടോള് ഒരു 6 റുപ്യേൻ്റെ അടുത്ത് ടോള് വരുന്നുണ്ട്. 1,040 റുപ്യ അങ്ങനെയൊക്കെയാണ് ടോള് വരുന്നത്. കോയമ്പത്തൂർ ടോളുണ്ട്. നമ്മളതേമാതിരി വാളയാർ ടോളും വരുന്നുണ്ട്. കോയമ്പത്തൂർ അല്ലണ്ടിയത്തെ ടോള്, വാളയാർ ടോളും, അങ്ങനെ നമ്മൾ കണക്കുകളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു ലോഡ് നോക്കണം. ഇന്ന് കിട്ടുമെന്ന് അറിയില്ല. 12 മണിയായിട്ടുണ്ട്. അന്വേഷിച്ചുകൊണ്ട് നമ്മൾ ഫോൺ വഴിയാണ് നമ്മൾ കോളുകളൊക്കെ ലോഡുകളൊക്കെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കട്ടോ. അപ്പോൾ മറ്റൊരു ലോഡിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.